ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഫയേഴ്സിൻ്റെ ഓട്ടോമേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ആൽഗോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫയേഴ്സിൻ്റെ വെബ് പ്ലാറ്റ്ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓട്ടോമാറ്റിക് കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എക്സ്പയറി ഡേയ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആൽഗോ ആണ്. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നെ സെയിം തന്നെ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്സൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വരുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ഓട്ടോമേഷൻ കാണാം. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ ആൽഗോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ആൽഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പയറി ഡേയ്സിന് ഒരു 9:25 പ്രീമിയം 20 ഉള്ളത് സെല്ല് ചെയ്യും. അതേപോലെ തന്നെ പ്രീമിയം 5 ഉള്ളത് ബൈ ചെയ്യും. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ബൈ ചെയ്തിട്ട് പിന്നെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മാർജിൻ അഡ്വാൻറ്റേജ് കിട്ടുന്നതാണ്. അതായത് നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് 20 പ്രീമിയം ഉള്ളത് സെല്ല് ചെയ്യും. ഇപ്പോൾ ഏകദേശം 20 22 ജസ്റ്റ് ഒന്ന് സെല്ല് ചെയ്യും. അതിനുശേഷം നമ്മൾ ആദ്യം ബൈ ചെയ്യണം, എന്നിട്ടാണ് സെല്ല് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമാണ് നമുക്ക് മാർജിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടത്തുള്ളൂ. നമ്മൾ 5 രൂപ പ്രീമിയം ഉള്ളത് ബൈ ചെയ്യണം. ഇവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കും 78,000 രൂപ. അപ്പോൾ ഇതിലും കുറയും മാർജിൻ എക്സ്പയറി ഡേയ്സിന്. ഇപ്പോൾ ഏകദേശം 28 കാണിക്കുന്നുണ്ട്. സാധാരണ ഒരു 66 വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ സെല്ല് മാത്രമാണ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1,92,000 മാർജിൻ വരും. അപ്പോൾ ഈ ഒരു ബൈയും കൂടിയും ചേർക്കുമ്പോൾ നമുക്ക് ആ ഒരു മാർജിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. ഒരു 70,000 താഴെയിട്ട് നമുക്ക് മാർജിൻ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബൈ ചെയ്തിട്ട് പിന്നെ സെല്ല് ചെയ്യുന്നത്. നമ്മുടെ കണ്ടീഷൻ ആദ്യം സ്റ്റാർട്ടാണ്. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് ഓട്ടോമേഷൻ ചെയ്യേണ്ടത്? ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് വീക്കിലി ട്യൂസ്ഡേ ആണ്. കാരണം എക്സ്പയറി ഡേ അന്നാണ്. ടൈം നോക്കുന്നത് 9:25 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ നോക്കുന്നത്. ഷെഡ്യൂൾ ചെയ്യും. അപ്പോൾ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച 9:25 ഇത് ആക്റ്റീവ് ആവുന്നതാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് പ്ലേസ് ഓർഡറാണ്. നമ്മൾ ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ പ്ലേസ് ഓർഡർ കാണാൻ സാധിക്കും. ഇപ്പോൾ പ്ലേസ് ഓപ്ഷൻ ഓർഡർ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് Nifty 50 ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ Nifty 50 ഇൻഡെക്സ് കാണാം. ഇനി ഇവിടെ നമുക്ക് പ്രീമിയം എന്നൊരു ഓപ്ഷൻ കാണാം. താഴെ നമുക്ക് പ്രീമിയം കാണാം, സെലക്ട് ചെയ്യാം. നമുക്ക് നിയർ നോക്കാം, നിയർ ടു 5. നമ്മൾ ആദ്യം ബൈ ആണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ആദ്യം 5 നോക്കാം. ബൈ ആണ്, അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് താഴെ ലോട്ട് ഉണ്ട്. നമുക്ക് ലോട്ട് കൂട്ടി ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ ലോട്ട് ചേഞ്ച് ചെയ്താൽ മതി. ഇപ്പോൾ 2 ലോട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 2 ലോട്ട് ആക്കിയാൽ മതി. പിന്നെ ജസ്റ്റ് ഒരു ലോട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ അപ്ലൈ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിത് കണക്ട് ചെയ്യണം. അപ്പോൾ 9:25 5 രൂപ പ്രീമിയത്തിന് അടുത്തുള്ളത് ബൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം സെല്ല് ചെയ്യാനായിട്ട്. അപ്പോൾ വീണ്ടും നമുക്കിവിടെ കോപ്പി ചെയ്യാൻ പറ്റും. അത് കോപ്പി ചെയ്യാം, താഴേക്ക് വരാം. ഇനി ഇവിടെ എഡിറ്റ് കൊടുക്കാം. ഇനി നമ്മൾ ബൈ ഉള്ളത് സെല്ലാക്കാം. ഇവിടെ 20 നോക്കാം. അപ്പോൾ 20 സെല് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് 3 ബട്ടൺസ് കാണാൻ സാധിക്കും. ഇതിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കാണാം. അതായത് ഇത് ബൈ ആയിട്ട് വേണം നമുക്ക് സെല്ലാവാൻ. അപ്പോൾ ഇത് കണ്ടിന്യൂ എന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 5 രൂപ പ്രീമിയം ബൈ ചെയ്തതിന് ശേഷം അത് കണ്ടിന്യൂ വരും. ഇവിടെ സെല്ലാവത്തുള്ളൂ. അപ്പോൾ ബൈ ചെയ്താൽ മാത്രമാണ് ഇവിടെ സെല്ലാവത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ കോൾ ഓപ്ഷനാണ്. പുട്ട് ഓപ്ഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി. നമുക്ക് പുട്ട് ഓപ്ഷനിലേക്ക് മാറ്റിയാൽ മതി. ഇവിടെ എഡിറ്റ് ചെയ്യാം. കോൾ അത് പുട്ട് ഓപ്ഷൻ ആക്കാം. വേറെ ചേഞ്ച് ഒന്നും വരുത്താനില്ല. അപ്ലൈ കൊടുക്കാം. വീണ്ടും ഇത് കോപ്പി ചെയ്യാം. എഡിറ്റിൽ പോവാം. കോൾ ഓപ്ഷനുള്ളത് പുട്ട് ഓപ്ഷൻ ഇവിടെ 20 ആക്കാം. ബൈ ഉള്ളത് സെല്ലാക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ ആ നീല കളറുള്ള ബട്ടൺ കണക്ട് ചെയ്യുക. അത് കണ്ടിന്യൂഷനാണ്. അത് കണ്ടിന്യൂ ആവും. അതായത് ഇവിടുന്ന് ബൈ എടുത്താൽ മാത്രമാണ് ഇത് സെല്ലാവത്തുള്ളൂ. ബൈ ചെയ്തതിന് മാത്രം, ബൈ ചെയ്തതിന് ശേഷം സെല്ലാവും. ഇനി ഇതും കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ആൽഗോ ഒരു 3:10 വരെ റൺ ചെയ്താൽ മതി. 3:10 പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമ്മളത് എക്സിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക്
വെയിറ്റ് ടൈം ഉണ്ട്, വെയിറ്റിൽ അത് ആഡ് ചെയ്യാം. അവിടെ നമുക്കൊരു 3:10 കൊടുക്കാം. അപ്പോൾ 3:10 സ്ക്വയർ ഓഫ് ആവുന്ന രീതിയിൽ അപ്ലോഡ് കൊടുക്കാം. ഇനി അടുത്തത് ആക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ഓട്ടോമേഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. സ്റ്റോപ്പ് ഓട്ടോമേഷൻ സെലക്ട് ചെയ്യാം. ഇനി അതിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റോപ്പ് ഓട്ടോമേഷൻ വിത്തൗട്ട് എക്സിറ്റ് മാറ്റിയിട്ട് സ്റ്റോപ്പ് ഓട്ടോമേഷൻ ആൻഡ് സ്ക്വയർ ഓഫ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ 3:10 ആ പൊസിഷനൊക്കെ സ്ക്വയർ ഓഫ് ആവണം. ഏതെങ്കിലും പൊസിഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇനി അപ്ലൈ കൊടുക്കാം. ഇനി ഇത് നമ്മൾ കണക്ട് ചെയ്യണം. ഇവിടുന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം. അതുപോലെ ഇത് താഴേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ 3:10 ഓട്ടോമേഷൻ സ്റ്റോപ്പ് ചെയ്യും. അതുപോലെ തന്നെ എല്ലാ പൊസിഷനും സ്ക്വയർ ഓഫ് ചെയ്യും. ഇത് നമുക്ക് അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കണ്ടീഷൻ കൊടുക്കണം, ഓവർ കൊടുക്കാം. അതിവിടെ ആഡ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ടോട്ടൽ P&L അത് സെലക്ട് ചെയ്യാം. പോർട്ട്ഫോളിയോ ചെക്കാണ്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ടോട്ടൽ P&L നമുക്ക് ഗ്രേറ്റർ ദാൻ 1500 നോക്കാം. 1500 മുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഇനി വീണ്ടും നമുക്കൊന്ന് ആഡ് ചെയ്യണം ലോസ്. ഇനി ടോട്ടൽ P&L ലെസ് ദാൻ -1000. അപ്പോൾ 1500 പ്രോഫിറ്റ് വന്നാലും എക്സിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1000 ലോസ് വന്നാലും നമുക്ക് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ. ഇനി ഇതും നമ്മൾ കണക്ട് ചെയ്യണം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഓട്ടോമേഷൻ കൊടുക്കണം. സ്റ്റോപ്പ് ഓട്ടോമേഷൻ ഇവിടെ വേറെ ചേഞ്ച് ഒന്നും വരുത്താനൊന്നുമില്ല. സ്റ്റോപ്പ് ഓട്ടോമേഷൻ വിത്തൗട്ട് എക്സിറ്റ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആൽഗോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്പയറി ഡേയ്സിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആൽഗോ ആണ്. അപ്പോൾ ഞാനിത് നിഫ്റ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇത് നോക്കാവുന്നതാണ്. അതുപോലെ പ്രീമിയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ 20 രൂപയുടെയും 5 രൂപയുടെയും പ്രീമിയമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇത് സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് എക്സ്പയറിൻ്റെ നിഫ്റ്റി ആൽഗോ നമുക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് നമുക്കിത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ കൺഫേം കൊടുക്കാം. ഓക്കെ, അതുകൊണ്ട് ഷെഡ്യൂൾഡായിട്ടുണ്ട്. ഇനി നമ്മൾ ഓട്ടോമേറ്റിൽ വരാം. ഇപ്പോൾ നമ്മുടെ നിഫ്റ്റി എക്സ്പയറിയുടെ ആൽഗോ അവിടെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ചയാണ് ഇത് ആക്റ്റീവ് ആകത്തുള്ളൂ. അടുത്ത ചൊവ്വാഴ്ച 9:20 ഇത് ആക്റ്റീവ് ആവും. ഓക്കെ, അപ്പോൾ 9:20 തുടങ്ങി എല്ലാ എക്സ്പയറി ഡേയ്സിലും ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പയറിയുടെ നിഫ്റ്റിയുടെ ആൽഗോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് ആൽഗോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നിലവിൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയർസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫയർസിൽ ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഞാൻ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലും നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് തന്നാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.